കളരി അഭ്യാസികളുടെ ആദ്യ ചുവട് പിന്നിലേക്കാണ് എന്നത് എല്ലാവർക്കും അറിയാമല്ലോ. വലിയൊരു പോരാട്ടത്തിൻ്റെ ആദ്യ ചുവട് എന്തുകൊണ്ടാണ് പിന്നിലേക്കാകുന്നത്? അതൊരു ആക്കം കൂട്ടലാണ്, ഒരു ആയാസമെടുക്കലാണ്. കാരണം വലിയ ശക്തി ആവശ്യമുണ്ട്. നോൻപും ഒരാക്കം കൂട്ടലാണ്. കുറെ കൂടി ബലം സ്വീകരിക്കാനായിട്ട് ഒന്ന് പിൻവാങ്ങലാണ് നോൻപ്. സ്നാപയോഹന്നാൻ തന്നെ വെളിപ്പെടുത്തുന്നതിന് മുൻപ് മരുഭൂമിയിൽ തനിച്ചായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഏകാന്തതയിൽ സ്വയം ശക്തിപ്പെടുകയായിരുന്നു. സത്യത്തിൽ ഏകാന്തത ഒരു ചൂളയാണെന്നാണ് പറയുന്നത്. അസത്തിനെ ദഹിപ്പിച്ച് സത്തയെ ശോഭയോടെ പുറത്തെടുക്കുന്ന ഒരു ചൂള. നമുക്കും ഇതുപോലെ ഒരു പിൻവാങ്ങലും ഏകാന്തതയിലുള്ള ഒരു ശക്തി സ്വീകരിക്കലുമൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ലോകം നമ്മിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഇമേജുകളെയും തെറ്റിദ്ധാരണകളെയും ഒക്കെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നത്? അതിനുള്ളൊരു വിളിയാണ് ഈ നോൻപ്. ഈശോയും ഈ ഏകാന്തതയുടെ ചൂളയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതായിരുന്നു ഈശോയുടെ നോൻപ്. കല്ല് അപ്പമാക്കാനായിട്ട് പ്രലോഭിപ്പിക്കുമ്പോൾ സന്ദർഭോചിതമായിട്ട് പ്രശസ്തനാകുക എന്ന് പറയുന്ന ഒരു വലിയ പ്രലോഭനത്തെയാണ് ഈശോ അതിജീവിച്ചത്. അത് കഴിഞ്ഞ് താഴേക്ക് ചാടുക എന്ന് പറയുന്നത് കുറച്ചുകൂടി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളൊരു പ്രലോഭനത്തെ അതിജീവിക്കുന്നു. എല്ലാ രാജ്യങ്ങളുടെയും അധികാരം സ്വന്തമാക്കുക എന്ന് പറയുന്നത് എല്ലാവരും മോഹിക്കുന്നൊരു കാര്യമാണ്. ഈശോയുടെ മറുപടി എന്താണെന്ന് നമുക്ക് അറിയാം. ഈശോയുടെ വ്യക്തിത്വം മുഴുവൻ ദൈവത്തിൽ മാത്രമാണ്. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ കടമയെന്നാണ് ഈശോ പറയുന്നത്. ഇതുതന്നെയാണ് ഈ നോൻപിലൂടെ ഈശോ നമ്മളിന്നും ആഗ്രഹിക്കുന്നു. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉറവിടം മുഴുവൻ ദൈവം മാത്രമാകണം. അതിന് ഒരു പിൻവാങ്ങൽ ആവശ്യമാണ്. അത് കുറെ കൂടി നമുക്ക് ശക്തി തരും. ഈ ലോകം നമ്മിൽ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിധത്തിലുള്ള ഇമേജുകളുടെ പിടിയിൽ നിന്നും തെറ്റിദ്ധാരണകളിൽ നിന്നും നമുക്ക് കടന്ന് പുറത്തു വരാനായിട്ട് ഒരൊറ്റയ്ക്കിരിക്കൽ ആവശ്യമാണ്. നോൻപിൽ സ്വസ്ഥമായിട്ടൊന്നിരിക്കാനും കുറെ കൂടി കൃപയിൽ ശക്തി സ്വീകരിക്കാനും നമുക്ക് ആഗ്രഹിക്കാം. അതിനൊരു തീരുമാനമെടുക്കാം. ഇപ്പോൾ തന്നെ. ശുഭദിനം.